നമസ്കാരം. ന്യൂസ് ടൈമിൽ പ്രധാന വാർത്തകൾ നോക്കാം. കഴിഞ്ഞ ദിവസം കാണാതായ അഷ്ടമിച്ചിറ സ്വദേശിയായ 51-കാരന്റെ മൃതദേഹം കണ്ടെത്തി. അഷ്ടമിച്ചിറ തോപ്പിൽ വീട്ടിൽ 51 വയസ്സുള്ള സജീഷാണ് മരിച്ചത്. ഹൈന്ദവ സമൂഹം നന്നായില്ലെങ്കിൽ രാഷ്ട്രം നന്നാകില്ല എന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ മനക്കലപ്പടി അടപ്പ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. നിർധനയായ യുവതിക്ക് മംഗല്യ സാഫല്യമൊരുക്കി ചാലക്കുടി ലയൺസ് ക്ലബ് മാതൃകയായി. മാരാംകോട് പാല ഉന്നതിയിലെ അവിരിയാട്ടിങ്ങൽ വീട്ടിൽ ഷാജുവിന്റെ മകൾ വർഷയുടെ വിവാഹമാണ് ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ നടത്തിയത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം കാണാതായ അഷ്ടമിച്ചിറ സ്വദേശിയായ 51 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. അഷ്ടമിച്ചിറ തോപ്പിൽ വീട്ടിൽ 51 വയസ്സുള്ള സജീഷാണ് മരിച്ചത്. ഫെബ്രുവരി 7 വൈകിട്ട് മുതലാണ് സജീഷിനെ കാണാതായത്. വിജയഗിരി സ്കൂൾ ബസ്സിലെ ഡ്രൈവറായിരുന്നു. സജീഷിനെ കാണാതായതിനെ തുടർന്ന് ഭാര്യ സുമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെ ഞെരളക്കടവ് പാലത്തിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കണ്ട നാട്ടുകാർ ഉടൻ തന്നെ മാള പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ മൃതദേഹം കരക്കെത്തിച്ചു. സംഭവത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഹൈന്ദവ സമൂഹം നന്നായില്ലെങ്കിൽ രാഷ്ട്രം നന്നാകില്ല എന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ മനക്കലപ്പടി അടപ്പ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. 2047 ഭാരതത്തിന് വിശ്വഗുരുപട്ടം ലഭിക്കും. തിരുനാവായിലേക്ക് വരാത്ത മന്ത്രിമാരും MLA-മാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ശബരിമലയിലേക്ക് പോകുന്നത് സ്വർണം കക്കാനാണെന്ന് അവർ പറഞ്ഞു. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നോക്കിവിടെ പറഞ്ഞു 1600-ലധികം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രം എന്തായിരുന്നു ഇന്നലെയും. ആ ക്ഷേത്രത്തിന്റെ ഇന്നലെകൾ എന്തായിരുന്നത് എന്നൊക്കെ നന്നായിട്ട് നിങ്ങൾക്കറിയാലേ. തകർന്നു പോയി തളർന്നു ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്ക് അത് തന്നെയാണ്. തളർന്നു പോയി തകർന്നു പോയിട്ടില്ല. പക്ഷെ ഒന്നും തളരൂല്ല തകരൂല്ല. അതിൽ നിന്നാണ് ഇപ്പൊ ഈ മനോഹരമായ രൂപത്തിലേക്ക് ഈ ക്ഷേത്രം ഉയർന്നിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സനാതന ധർമ്മം എന്നുള്ളത്. അപ്പൊ അത് വീണ്ടും വീണ്ടും അനുഭവങ്ങളിലൂടെ ബോധ്യമായതിന്റെ ആ തികഞ്ഞ അഭിമാനവുമായി സന്തോഷവുമായി തന്നെയാണ് നമ്മൾ ഈ ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. PS ജ്യോതീന്ദ്രനാഥ് ദീപോജ്വലനം നടത്തി. MN പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ യോഗത്തിൽ ആദരിച്ചു. തുടർന്ന് 108 അമ്മമാർ പങ്കെടുത്ത ലളിതാ സഹസ്രനാമ പാരായണം നടന്നു. ഭാരവാഹികളായ അനീഷ് P കടവിൽ, TK രഘു, സാമുദായിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. മാരാംകോട് പാല ഉന്നതിയിലെ നിർധനയായ യുവതിക്ക് മംഗല്യ സാഫല്യമൊരുക്കി മാതൃകയായി ചാലക്കുടി ലയൺസ് ക്ലബ്ബ്. മാരാംകോട് പാല ഉന്നതിയിലെ അവിരിയാട്ടിങ്ങൽ വീട്ടിൽ ഷാജുവിന്റെ മകൾ വർഷയുടെ വിവാഹമാണ് ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ മാരാംകോട് ശ്രീദുർഗ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടന്നത്. തോട്ടപ്പള്ളി കുറുമ്പിലാവ് ചിറക്കൽ വീട്ടിൽ മിഥുൻ വർഷയുടെ കഴുത്തിൽ മിന്നുകെട്ടുന്നതിന് സാക്ഷികളാവാൻ ബന്ധുക്കളും നാട്ടുകാരുമടക്കം നിരവധി പേരെത്തി. മാരാംകോട് കല്യാണ മണ്ഡപത്തിൽ ലയൺസ് ക്ലബ്ബ് വിഭവസമൃദ്ധമായ വിവാഹ സദ്യയും ഒരുക്കിയിരുന്നു. അമ്മ മരിച്ച വർഷയുടെ വിവാഹം നടത്താൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഷാജു ഇക്കാര്യം സുഹൃത്തുക്കളുമായി പങ്കുവച്ചു. തുടർന്ന് സുഹൃത്തുക്കൾ ചാലക്കുടി നഗരസഭാ കൗൺസിലർ VJ ജോജിയുടെ അടുത്തെത്തി. ജോജി ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയായിരുന്നു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി സ്വർണവും വസ്ത്രവും നൽകി. സ്വർണം, വസ്ത്രം, വിവാഹ സദ്യ എന്നിവയ്ക്ക് പുറമെ ഗൃഹോപകരണങ്ങളും സമ്മാനമായി ലഭിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി, ലയൺസ് മുൻ ഗവർണർ സാജു പാത്താടൻ, മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, ജോസ് മുത്തടൻ, VM കരീം, ടോമി കളമ്പാടൻ തുടങ്ങിയവരും വധുവരന്മാർക്ക് ആശംസയർപ്പിക്കാനെത്തിയിരുന്നു. 1 വർഷം മുൻപ് ഇതേ ഉന്നതിയിലെ നിർധനയായ മറ്റൊരു യുവതിയുടെ വിവാഹവും ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊടുത്തിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. അഖിലേന്ത്യാ കിസാൻ സഭ മാള മണ്ഡലം കൺവെൻഷൻ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഭരിക്കുകയാണ്. മുനിസിപ്പാലിറ്റികൾ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യം തന്നെയാണ്. കോർപ്പറേഷൻ നമുക്ക് ചെറിയ മാർജിനിൽ നമുക്ക് കൈവിട്ടു പോയെങ്കിലും ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ളത് ഇടതുപക്ഷ ജനാധിപത്യം തന്നെയാണ്. ചില നമ്മുടെ കയ്യിലുള്ള പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, പന്നമണ്ട പഞ്ചായത്ത് നമുക്ക് നഷ്ടപ്പെട്ട്
വെള്ളാങ്കല്ലൂര് ഒരു മെമ്പറുടെ വ്യത്യാസത്തിലാണ് വെള്ളാങ്കല്ലൂര് നമുക്ക് നഷ്ടപ്പെട്ടത്. പൊയ്യ പഞ്ചായത്ത് നമ്മൾ തിരിച്ചു പിടിക്കും എന്ന് തന്നെയുള്ള രീതിയിലാണ് നമ്മൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത സാഹചര്യം. പക്ഷെ മുനിസിപ്പാലിറ്റി മണ്ഡലം പ്രസിഡന്റ് PF ജോൺസൺ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ നെല്ലിന്റെ സംഭരണ വില പുനഃസ്ഥാപിക്കണമെന്നും കർഷക ദ്രോഹപരമായ ഇന്ത്യ-US വ്യാപാര കരാർ റദ്ദു ചെയ്യണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ മാള മണ്ഡലം കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. MR അപ്പക്കുട്ടൻ, TN വേണു, KV സുജിത്ലാൽ, VM വത്സൻ, MS അശ്വതി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. ഗ്രാമിന് 205 രൂപയും പവന് 1640 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണവില ഗ്രാമിന് 14,560 രൂപയും പവന് 1,16,480 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ ദിവസം കാണാതായ അഷ്ടമിച്ചിറ സ്വദേശിയായ 51-കാരന്റെ മൃതദേഹം കണ്ടെത്തി. അഷ്ടമിച്ചിറ തോപ്പിൽ വീട്ടിൽ 51 വയസ്സുള്ള സജീഷാണ് മരിച്ചത്. ഹൈന്ദവ സമൂഹം നന്നായില്ലെങ്കിൽ രാഷ്ട്രം നന്നാകില്ല എന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ മനക്കലപ്പടി അടപ്പ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് ഹിന്ദു ഏകത സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. നിർധനയായ യുവതിക്ക് മംഗല്യ സാഫല്യമൊരുക്കി ചാലക്കുടി ലയൺസ് ക്ലബ് മാതൃകയായി. മാരാംകോട് പാല ഉന്നതിയിലെ അവിരിയാട്ടിങ്ങൽ വീട്ടിൽ ഷാജുവിന്റെ മകൾ വർഷയുടെ വിവാഹമാണ് ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ നടത്തിയത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.